എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കണമ്പ് കറിയാണ് വെക്കുന്നത്. ഇങ്ങനെ കണമ്പ് എടുത്ത് വെച്ചിരിക്കുന്നു. അത് കണ്ടിച്ച് കഴുകി വൃത്തിയാക്കണം. കണമ്പ് കണ്ടിച്ച് വൃത്തിയാക്കണം. തേങ്ങ, ചുവന്നുള്ളി, മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ അരച്ചിരിക്കുന്നു. ഇഞ്ചി ഇട്ട് അതിൻ്റെ മേളിൽ മുളക് പൊടി ഇട്ടിരിക്കുന്നു. അത് ഇനി ഇതൊക്കെ വെച്ച് കറി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അടുപ്പത്ത് വെച്ച് ചട്ടിയിൽ പച്ചമുളക്, ഉലുവ, തക്കാളി ഇട്ടിരിക്കുന്നു. ഇനി അരച്ചു വെച്ച തേങ്ങയും ഉള്ളിയും എല്ലാം അരച്ചു വെച്ചിരിക്കുന്നത് മിക്സ് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു. കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം മിക്സാക്കി കൊടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. കറിക്ക് എത്ര ആവശ്യമുണ്ടോ ആ ഉപ്പ് ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. നല്ലവണ്ണം മുളക് പൊടി ഈ കറി അരപ്പിൽ നല്ലപോലെ മിക്സ് ആകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. വാളംപുളി പിഴിഞ്ഞൊഴിക്കാം. തക്കാളി ഇട്ടിരിക്കണോണ്ട് വാളംപുളി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. കറി ഒന്ന് തിളക്കുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കും. ഇപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. മീൻ ഇടുന്നത് വീഡിയോ അണഞ്ഞു പോയി, അതാണ് സോറി. ഇതാ മീൻ കറിയിൽ മീൻ ഇട്ട് കൊടുത്തു. നല്ല മീൻ വേവണത് വരെ തിളപ്പിക്കും. മീൻ കഷ്ണങ്ങൾ, കണമ്പ് കഷ്ണങ്ങളാണ് ഇട്ട് കൊടുത്തത് ആദ്യമേ. ഇപ്പോൾ ഇതാ ഒരു പീസും കൂടി കിടന്ന് ഇട്ട് കൊടുക്കും. ഇനി അടച്ചു വെച്ച് നല്ലപോലെ വേവിക്കുക. നല്ല മണം വരുന്നുണ്ട്. നല്ല രുചിയുള്ള കറിയാണിത്. അതിൽ വാളംപുളിയാണ് ഇട്ടിരിക്കുന്നത്, അത് കൊറക്കാപ്പുളിയല്ല. കൊറക്കാപ്പുളി മണത്തിന് വേണ്ടി ഒരു കഷ്ണം ഇട്ട് കൊടുക്കും. ടേസ്റ്റുള്ള കണമ്പ് വെച്ചുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഉപ്പും എരിവും ഒന്ന് നോക്കട്ടെ. ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്നതാണ്. കണമ്പ് വൃത്തിയാക്കുമ്പോൾ കയ്യിൽ മുള്ള് കയറാതെ സൂക്ഷിക്കണം. ഇച്ചിരി ചെതമ്പലുമൊക്കെ അധികമുള്ള മീനാണ്. ഇച്ചിരി നോക്കി വേണം ആക്കാൻ, അല്ലെങ്കിൽ കത്തിയുടെ വെട്ട് ഇതേപോലെ കൊള്ളും. കുട്ടികൾക്ക് കൊടുക്കാനും സൂക്ഷിച്ച് വേണം കൊടുക്കാൻ. കറിയൊക്കെ നല്ല രുചിയുള്ള മീനാണ്, പക്ഷേ സൂക്ഷിച്ചാണ് കണ്ടിക്കുകയും കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യേണ്ടത്. ഈ കറി എല്ലാവരും ചെയ്തു നോക്കി എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒരു ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനിയൊരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.